ഗൈസ് ഇനി നമുക്കൊരു 55 ഹെയർ നമുക്കിനി കയറാനുണ്ട്. ഓ എന്റെ വിക്കേ, ഡോണ്ട് ഡിസ്റ്റർബ് വൈഡ് എലിമെന്റ്. അയ്യോ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഹായ് ഗൈസ്, അപ്പം നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ലോങ് ട്രിപ്പ് പോകണമെന്ന്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽപ്പുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊള്ളി ഹിൽസിൻ്റെ എൻഡിലാണ്. അവിടെ ചെക്കിംഗ് പോസ്റ്റാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഒരു ലോങ് ട്രിപ്പാണിത്. കൊള്ളി ഹിൽസ് എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 70 ഹെയർ പിൻസ് ഉള്ള ഒരു സ്ഥലമാണ്, അതായത് ഒരു മലയാണ്. ബസ് വരുന്നുണ്ട്, നോയിസാണ്. മാറിക്കണം. ഇവിടെ കുറേ കുരങ്ങന്മാർ, അതിനൊക്കെ തന്നെ ബസ്സും. ഇനി ഫുള്ള് നമുക്ക് അങ്ങോട്ട് സ്ലോ ആയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ കുരങ്ങനൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് പോവാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ യാത്ര ആരംഭിച്ചു കാര്യം നമ്മൾ കൊള്ളി ഹിൽസിൻ്റെ എൻട്രിയിലോട്ട് പോവാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് അവിടെ എന്തെങ്കിലും സീൻ ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. നോക്കാം, കാത്തിരുന്ന് കാണാം. ഇല്ല, ഇവിടെ ചെക്കിംഗ് ഒന്നുമില്ല. സാർ, ഓ എന്തൊരു മനുഷ്യൻറോ. ഓ എൻ്റെ മോനെ, ഫുള്ള് കാടാണ്. നല്ല കിട്ടില്ല. ഇന്ന് ലൈഫിൽ ഇത്രയും ഹാപ്പിയുള്ളൊരു ദിവസം വേറെ കാണില്ല. മയില് ആൺമയിലുടെ പൊട്ട, പെൺമയിലിന് പീലിയില്ല. ആണുങ്ങളെയാണ് കാണാൻ പോയി. ഓ ഇവിടെ നമ്മൾ സ്പീഡിൽ പോയിട്ട് ഒന്നും നേടാനില്ല. ഇവിടെ നമ്മൾ പതിയെ എല്ലാം കണ്ട് ആസ്വദിച്ച് പോകേണ്ടൊരു റോഡായത്. ഓ എന്റെ വിക്കേ, ഡോണ്ട് ഡിസ്റ്റർബ് വൈഡ് എലിമെന്റ്. അയ്യോ എന്റെ മോനെ, ഏതാണോ വളവ്. അതിനൊക്കെ തന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ബസ് സർവീസും ഉണ്ട്. ബൈക്കില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സേലം വന്ന് ഇറങ്ങിയിട്ടും അവിടുന്ന് നാമക്കൽ ബസ്സുണ്ട്. നാമക്കൽ ബസ് കയറിയിട്ട് കൊള്ളി ഹിൽസ് ബസ്സുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വരാം. വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല. പക്ഷേ ബൈക്ക് ഉണ്ടെങ്കിൽ അതിലൊരു വേറൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ. എന്തോരം വളവുകളാണ് അറിയാമോ, ഫുള്ള് വളവുകളാ. നമ്മൾ ഒരു ഓവർ സ്പീഡിൽ പോകണ്ട. നമ്മൾ കുറഞ്ഞതൊരു 20, 30, 40 അതിൽ കൂടുതലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം അതേ കണക്കുള്ള വളവുകളും കാര്യങ്ങളും. ഒയ്യോ ഇക്ക് കൊള്ളിമലത്തിലുള്ള ബസ്സായി പോകുന്നത്. പിന്നെ ഓവർടേക്ക് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഫുള്ള് വളവുകളായതിൻ്റെ ഒരു റിസ്ക് ആണ്. നീ എന്ത് പറയുന്നു വിക്കി? ചെയ്യാം. അവിടെ ആക്സിഡന്റ് സോണൊക്കെ എഴുതിയിട്ടുണ്ട്. വ്യൂ. ഓ എന്റെ മോനെ, സഫലമാം ജീവിതം. വളവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിടത്തിയെടുക്കാം. അവിടുന്ന് ഇവിടെ വോട്ട് ചെയ്തുള്ള പ്രശ്നമല്ല. അതോ അവിടുന്ന് വണ്ടി വരുന്നുണ്ടോ? ഇറങ്ങിയിരിക്കുന്ന വണ്ടിക്ക് ബ്രേക്കും ലെഫ്റ്റും ലെവലും ഒക്കെ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഓ കുറച്ച് കയറിയപ്പോൾ തന്നെ ഇങ്ങനെ ഇനിയും കയറാൻ കിടക്കുവാ. ചത്തിടപ്പുണ്ട് അവിടെ, ഒരു കുരങ്ങ് കണ്ട് ചത്തിടപ്പുണ്ട്. വണ്ടി ഇടിച്ചിട്ടും കണ്ട് ചത്തിയായിരിക്കും.
ഓവർടേക്കിങ് പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ സേഫ് ആണെങ്കിൽ മാത്രം ഓവർടേക്ക് ചെയ്യുക. ടീംസ് എല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. കൊരങ്ങന്മാർ ക്യാ ഹുവാ? ഓ യുവമാര് പറയണത് യുവമാര് തമിഴന്മാര് ഈ കൊരങ്ങന്മാർ. കൊച്ചു പോകുന്നണക്കെ പോകാന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഉച്ചിന്റെ ബോർഡൊക്കെ വെച്ചിട്ട് കൊരങ്ങന്മാരൊക്കെ റോട്ടിലൂടെ നടക്കുക. ചെന്നൈയിൽ പശു ആണെങ്കിൽ കൊള്ളി ഹിൽസിൽ കൊരങ്ങന്മാർ. ഓ നാമതാ കൊള്ളി ഹിൽസ് വന്നിട്ടോ നാമതാ. എന്റെ ഓരെ ഇത് 70ാമത്തെ ഹെയർ പിന്നിൽ 8ാമത്തെ ഹെയർ പിന്നാണ് ഇത്. ഒരു നല്ല പാട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഓഫ് ആയി പോയി കൈസ്. അതുകൊണ്ട് പാട്ട് കേൾക്കാനുള്ള വകയില്ല. ഇനി നമ്മൾ 62 ഇനി നമ്മൾ 62 ഹെയർപിന്നൂടെ കയറണം. അത് കഴിഞ്ഞ ഒരു വ്യൂ ഉണ്ട്. ഓ ഓരെ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ഇട്ട് വന്ന് അടിച്ച് പൊളിക്കാം. പക്ഷെ വണ്ടിയിൽ ഓവർ സ്പീഡിങ്ങോ ഓവർടേക്കിങ്ങോ ഒന്നും പാടില്ല. നമ്മൾ മാന്യമായിട്ട് വന്ന് ആസ്വദിച്ച് പോകേണ്ട സ്ഥലമാണ്. എന്താ പറയുക നോക്കി കറക്റ്റില്ലേ? തമിഴ്നാട്ടിലെ പുള്ളിക്കുമാരൊക്കെ ആണെങ്കിൽ റഷ് അടിച്ചെടുത്തോണ്ട് പോകും. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ വളവൊക്കെ എത്ര വളഞ്ഞ് ചുരുണ്ട് കൂടി കിടക്കുന്നതാണെന്ന്. സോ വരുന്നവരാത് ശ്രദ്ധിക്കുക. മൊത്തം കുരങ്ങന്മാരാട്ടോ. ഹായ് മക്കളെ. പത്താമത്തെ ഹെയർ പിന്ന്. ഇനി 60 എണ്ണം കൂടെ കയറണം. ഓ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ ഒരു എന്താ പറയുക ഏതാണ്ട് ഒരു 10-ലോ +1-ലോ +2-ലോ പഠിക്കുന്ന സമയത്താണ് ഈ കൊള്ളി ഹിൽസിൻ്റെ കാര്യം ഞാൻ കേൾക്കുന്നതും. അങ്ങോട്ട് മനസ്സിൽ കയറി കൂടിയ ഒരു സ്ഥലമായി കൊള്ളി ഹിൽസ്. ഇപ്പോൾ ഒരു 4-5 വർഷത്തിന് ശേഷമാണ് എനിക്ക് അവിടെ വരാൻ സാധിച്ചത്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ, ഒരുപാട് ഹാപ്പിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അടുത്ത വളവ് ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ പോകും. അത് ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കും. പക്ഷെ വരുന്നവർ സേഫ്റ്റിക്ക് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വരണം. ഇവിടെ നല്ല കിട്ടിലൊരു വ്യൂ കിട്ടുമ്പോൾ നമ്മൾ നിർത്തി നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ. രക്ഷയില്ല. പൊളി പൊളി. നാമതാ സൈഡിലേക്ക് ഇഷ്ടംപോലെ കാറ് ബാക്കി കിടന്ന് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോ.
അറിയാം ഇവന്മാരൊക്കെ എന്തൊരു മനുഷ്യന്മാരാണ്. നോക്കുക ആ ഹെയർ പിൻ്റെ അവിടെ വളവ് വരുന്നതാ. പോയിട്ട് എന്തോ സാധിക്കാനുള്ളവന്മാര് പോകട്ടെ, നമുക്ക് പയ്യെ ആസ്വദിച്ച് പോവാം. ഗൈസ് ഇനി നമുക്കൊരു 55 ഹെയർ പിന്നോട് നമുക്കിനി കയറാനുണ്ട്. ഓ മല 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 മലയുടെ മക്കളിൽ ബ്യൂട്ടി. നമുക്ക് ആസ്വദിക്കാനുള്ളതെല്ലാം പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ നമ്മൾ ലൈഫിൽ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. കുരങ്ങന്മാരിരുന്ന് പേൻ നോക്കുന്നുണ്ട്. കണ്ട അണ്ണ എക്സൽ ഡ്യൂട്ടി കൊണ്ടൊക്കെ കയറി പോകുന്നത്. അതാണ് പവർ. ആസ്വദിക്കണം, ലൈഫ് എൻജോയ് ചെയ്യണം. ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കും അത് വേറെ കാര്യം. സത്യം പറഞ്ഞ കാര്യം ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് സേലത്തിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്കാൻ മൊത്തം ചൂടായിരുന്നു. പക്ഷെ ഇവിടെ എപ്പോൾ കയറി അപ്പോൾ ഒരു തണുപ്പ്. അത് ഈ കാണാനുണ്ടാകും നല്ല കിടിലൻ തണുപ്പുണ്ട്. അത് ഈ ജാക്കറ്റൊക്കെ കണ്ട നല്ല കിടിലൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഒരു നല്ല തണുപ്പുണ്ട്. സൂപ്പർ പൊളി പൊളി, ഒന്നും പറയാനില്ല, രക്ഷയില്ല. സൂപ്പർ പൊളി കാണാൻ. 17ാമത്തെ ഹെയർ പിൻ. നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലത്ത് മുൻ നിർത്തണം. നല്ലൊരു വീഡിയോ എടുക്കും. ഓ എന്തൊരു വീടാ. അല്ല മസനെ കൂടി ഊട്ടിക്ക് പോകുന്ന വഴിയാണ് കൊണ്ട്. അതത്രയും വളവില്ലെന്നേ ഉള്ളൂ. പക്ക നേച്ചർ ബ്യൂട്ടി എന്ന് പറഞ്ഞത് ഇതിലൂടെ നോക്കിയേ. ഓ അണ്ണാ ഇവന്മാര് ഭ്രാന്തന്മാരാടെ. ഇവന്മാർക്ക് ഇടിച്ചാലും വിളിച്ചാലും ഒന്നും പ്രശ്നമില്ല. ഇവന്മാർ ഇങ്ങനെ നമ്മളിനി കുറേ ഹെയർ പിന്നുള്ളത് കയറാണ്ട്. ഇതിലൂടെ 65 എണ്ണം അല്ലേ. കുരങ്ങാ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് ബസ് വല്ലായിരിക്കും. KL വണ്ടിയൊന്നും കാണുന്നില്ലല്ലോടാ എനിക്ക്. ആ അതാണ് സാധാരണ എവിടെ പോയാലും ഒരു KL വണ്ടി കാണുന്നു. നമുക്കതിന് നോക്കാം, ആരെങ്കിലും ഒക്കെ കാണും. ഒരു KL വണ്ടി ഇങ്ങനെ കാണും, അത് വേറെ ആയാലും. ഇതിനോട്ട് ആർക്കെങ്കിലും ഈ സ്ഥലം അറിയത്തില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ കൊള്ളി ഹിൽസ് വേറെ ലെവല് വൈബ് സ്ഥലമാണ്. അന്ന് എഴുന്നേറ്റൊക്കെ വന്നേ ഫുഡ് കഴിഞ്ഞിട്ട്. തണുപ്പാണ് സത്യം പറയാലോ. എനിക്ക് ഇവിടെ എത്തിയാലോ? ഇത് മെയിനായിട്ട് ഇവിടെ ഒരു എത്ര 40ാമത്തെയും കണ്ട് ഹെയർ പിന്നോട് എത്തുമ്പോഴാണ് കറക്റ്റ് വ്യൂ, നല്ലൊരു വ്യൂ കിട്ടുന്നത്. ഇങ്ങോട്ട് വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ബസ്സും അതുപോലെ തന്നെ മറ്റേ വരുന്നൂടെ മറ്റേ ലോറിയും ട്രക്കൊക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിക്കണം. നല്ല സ്ലോ ആയിട്ട് പോകണം എപ്പോഴും. ഈ ഹെയർ പിൻ എത്തുമ്പോൾ നല്ല സ്പീഡിൽ പോകാതെ പയ്യെ ഇങ്ങനെ വളച്ച് 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 പോവാം. അത് നേരെ അവിടെ ചെന്നിട്ട് നമുക്ക് കുളിക്കാൻ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഗൈസ്. അവിടെ നമുക്ക് കുളിക്കാൻ പോകണം. കുറേ പ്ലാനൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇനി എന്തായാലും ഫുള്ള് നമ്മൾ കയറുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല, കാരണം അത് നല്ല ലെങ്ത് ആയിരിക്കും. നമ്മൾ എന്തായാലും നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, നല്ല കിട്ടിലെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വന്ന് നോക്ക്. ഫാമിലി ആയിട്ടും വരാം, കൂട്ടുകാരായിട്ടും വരാം, ഇനി കപ്പിൾസായിട്ടും വരാം, എങ്ങനെ വേണേലും വന്നോ. നല്ല കിട്ടിയില്ല സ്ഥലമാണ്. ആ ത്രിവേണിയിലേക്ക് പോകുന്നുണ്ടോ? നല്ല കിട്ടുന്ന ഒരു വ്യൂ ഇട്ടിട്ടുണ്ട്. എടാ അങ്ങോട്ട് ബൈക്ക് വെച്ചൊരു ഫോട്ടോ എടുത്താലോ? കിട്ടില്ല ഒരു വ്യൂ. നമ്മൾ മലയുടെ ഏകദേശം എനിക്കൊന്ന് നമ്മൾ മലയുടെ പാതി എത്തി തോന്നുന്നു അല്ലേ വിക്കിയെ? ഓക്കെ, ദേ ഉയ്യോ താട്ട് നോക്കിയേ വിക്കി, ഒന്ന് വീണ് കഴിഞ്ഞാൽ തീർന്ന്. വാവ്, പൊളി പൊളി. എടാ പോടാ, അത് അപശബ്ദമല്ല, ഞാൻ ആസ്വദിച്ചതാടാ. ഇത് നോക്കിയേ, നമ്മൾ വന്ന വഴിയാണ് ഇതൊക്കെ. നമ്മൾ ഏകദേശം നമ്മുടെ മലയുടെ പാതി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനിയും കയറാനുണ്ട്, നിറയെ കയറാനുണ്ട്. പൊളി, രക്ഷയില്ല. ഇനി അടുത്ത ഹെയർ പിൻ വളവാ. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകണ്ടേ അങ്ങനെ? കുഴപ്പമില്ല, പോട്ട്. അയ്യോ, അവിടെ അടുത്ത വ്യൂ, അവിടെയൊക്കെ കിട്ടില്ല വ്യൂ ഒക്കെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ. നമുക്ക് എന്തായാലും അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് നമുക്ക് കാണാം. വിക്കി ഇവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. വിക്കി എൻ്റെ ഒരു ഫോട്ടോ എടുത്തോടാ. ഓക്കെ ഗൈസ്, ഞാൻ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളതൊക്കെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ലവ് യു ആൾ. ആളൊന്നുമില്ല, ആകെപ്പാടെ 226 പേരും കണ്ടേ ഉള്ളൂ. ഉള്ളവർ മതി നമുക്ക്, തോനെ ആൾക്കാരൊന്നുണ്ട്, ഉള്ളവർ മതി. ഇനി തോനെ ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഹാപ്പിയാണ്. കാരണം നമ്മൾ 2 കാര്യം വിചാരിച്ച് വന്നത്. ഒന്ന്, യൂട്യൂബ് സെറ്റാക്കണം, യൂട്യൂബിൽ വീഡിയോ ഇട്ട് കുറച്ച് റീച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻജോയ്മെൻറ്റ് ഉണ്ടല്ലോ, അതൊരു എൻജോയ്മെൻറ്റ്. ആ ഒരു എൻജോയ്മെൻറ്റ് പൈസ ഒന്നും പറഞ്ഞപ്പോൾ മിക്ക പറഞ്ഞു പൈസ ഒന്നും നീ നോക്കണ്ട, നമുക്ക് എന്തായാലും തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ നൻപൻ. അയ്യോ, അപ്പോൾ ഓക്കെ ഗൈസ്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും യാത്ര ആരംഭിക്കാം.